ഇത്തവണത്തെ വെക്കേഷൻ നമ്മളൊന്ന് പ്രകൃതി രമണീയമാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത സ്ഥലമാണ് പാലക്കാട്. ഏകദേശം 5:30 ആയപ്പോക്കും തന്നെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തട്ടോ. ദക്ഷയാണെന്നുണ്ടെങ്കിൽ രാവിലെ 4 മണിക്ക് തന്നെ എണീറ്റ് റെഡിയായി ഇരിക്കുകയാണ്. എന്താ സംഭവം, സാമ്പാറും ഇഡ്ഡലിയും കഴിക്കാൻ വേണ്ടിയിട്ട് രാമശ്ശേരി പോകാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസ് അയച്ചു കൊടുത്തതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഏകദേശം 8:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. അങ്ങനെ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് നമ്മുടെ ഈ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലി ട്രൈ ചെയ്യാനായിട്ട് ഞങ്ങൾ പോവാണ്. സംഭവം കഴിച്ചു നോക്കിയപ്പോൾ കൊള്ളാം കേട്ടോ. സാധാരണ ഒരു ദോശ ഇഡ്ഡലിയുടെ ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇത്രയും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. കൂടെയുള്ള സാമ്പാറും ചട്നിയും പിന്നെ അതേപോലെ തന്നെ ഒരു പൊടി ഉണ്ടായിരുന്നു. പൊടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. ആ പൊടി നൈസായിട്ടുണ്ട്. നമ്മൾ കൊച്ചിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി കഫേ പോലുള്ള 1-2 ഷോപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതേപോലെ പിന്നെ നമ്മൾ ചായ പറഞ്ഞു. ഞങ്ങൾ 2 പേരും ഓരോ ചായയും ദക്ഷ ബൂസ്റ്റ് ചായ ഉണ്ടോ കുടിച്ച്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഒന്ന് വീഡിയോ എടുത്തോട്ടെ അകത്ത് കയറിയെന്ന് ചോദിച്ചു. പറഞ്ഞു അതിനെന്താ പ്രശ്നമൊന്നുമില്ല, അകത്ത് കയറി വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തു. അതൊന്നും നിങ്ങൾ നല്ല രസമാണ്. അവരിത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിനോട് സംസാരിച്ചപ്പോൾ ചേച്ചി 4 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ആ ഒരു അടുക്കള മാനേജ്മെൻറ്റ് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഒരെണ്ണം അടയ്ക്കുന്നു, മറ്റേത് തുറക്കുന്നു, എടുത്ത് മാറ്റുന്നു. ഭയങ്കര ഭംഗിയുണ്ട്, നല്ല രസമാണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. അവിടെ കുറേ ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ട്. അവരോടൊക്കെ സംസാരിച്ച്. ദക്ഷയാണെങ്കിൽ അവരോടൊപ്പം കളിയായിരുന്നു. പിന്നെ ലാസ്റ്റായി കഴിഞ്ഞപ്പോക്കും ഭയങ്കര തിരക്കായി കഴിഞ്ഞപ്പോക്കും ഞങ്ങൾ പിന്നെ പുറത്തൊക്കെ ഇറങ്ങി. അവർ വേറൊരു പ്രത്യേകത എന്നറിയോ, നല്ല നീറ്റാണ്. എന്നാൽ അവിടെ ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ള പരിപാടികളോ അങ്ങനെയൊന്നുമില്ല. സാധാ ഒരു പാലക്കാടുള്ള ഒരു ചായക്കട. ആ ചായക്കടയിൽ അതിൻ്റെ ടേസ്റ്റ് കാരണം അതിൻ്റെ ക്വാളിറ്റി കാരണം ഒരുപാട് ആൾക്കാർ വരുന്നു. അതാണ് ആ കടയുടെ ഒരു പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നിയത്. കുറച്ച് സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഞങ്ങളത് ഇങ്ങനത്തെ പണ്ടത്തെ തേൻമിഠായി ഇല്ലേ, അവിടെ നല്ല വലിയ സൈസിലുള്ള തേൻമിഠായിയാണ്. അത് ഞങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്തു. അതിൻ്റെ ടേസ്റ്റ് നമ്മളിവിടെ ഇപ്പോൾ കിട്ടുന്ന ആ ഒരു തേൻമിഠായിനേലും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. അതായത് പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മൾ കഴിച്ചിരുന്ന ആ ഒരു തേൻമിഠായില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ടുവരാനായിട്ട് അതിന് പറ്റിയായിരുന്നു. ഇവിടെ ദക്ഷയാണെങ്കിൽ പറയാ ഇനി തൊട്ട് എല്ലാ ദിവസവും ദക്ഷക്ക് രാമശ്ശേരി ഇഡ്ഡലി മാത്രം മതി. സ്കൂളിൽ കൊണ്ടുപോകാനും ഉച്ചയ്ക്ക് കഴിക്കാനും രാവിലെ കഴിക്കാനും എല്ലാം രാമശ്ശേരി ഇഡ്ഡലി മതി. ഇവിടെ ഒരു റിവ്യൂ കൂടി തന്നു കേട്ടോ. രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ വന്നാണോ അവൻ? എനിക്ക് ഇഷ്ടമാണ്, അടിപൊളിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ഗൈസ്.